മലയാളികൾ അഭിമാനമായി കാണുന്ന വ്യക്തിത്വമാണ് ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യൻ. ലോകപ്രസിദ്ധനായ മജീഷ്യൻ. തന്റെ സ്ഥാപനമായ മാജിക് പ്ലാനറ്റ് സ്ഥാപിച്ച ശേഷം മാജിക് എന്ന പ്രൊഫഷനിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. ഇപ്പോൾ 300ഓളം വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ കുടുംബത്തിന്റെയും കൺകണ്ട ദൈവമാണ് അദ്ദേഹം. ഇതിനിടയിലാണ് ഏതാനും ദിവസങ്ങളായി മുതുകാടിനെ അവഹേളിക്കുന്ന വിധത്തിൽ പ്രചരണങ്ങൾ സൈബർ ലോകത്ത് നടക്കുന്നത്. മുതുകാട് തന്റെ സ്ഥാപനം മറയാക്കി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ തട്ടുന്നു എന്ന വിധത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നതും. ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്ന ഈ ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി നൽകി മുതുകാട് രംഗത്ത് വന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് സ്ഥാപിച്ച് ലോകശ്രദ്ധ നേടിയ മാജിക് പ്ലാനറ്റിന് പിന്നാലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അക്കാദമി സ്ഥാപിക്കാൻ കാസർഗോഡ് ഏക്കർ കണക്കിന് സ്ഥലമെടുത്ത് 100 കോടിയുടെ പദ്ധതിയുമായി നിരന്തരമായ ആലോചനകളിൽ മുഴുകിയിരിക്കെയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായത്. അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമാണെന്നും മുതുകാട് വിശദീകരിക്കുന്നുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി ലഭിക്കുന്ന പണത്തിൽ ഞാൻ 1 രൂപയെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായും മുതുകാട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ സംഭാവനകൾ നൽകുന്നുണ്ട്. പണമുണ്ടാക്കാനാണെങ്കിൽ മാജിക് പ്രൊഫഷൻ തന്നെ മതിയായിരുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തനിക്കെതിരായ കല്ലേറുകളിൽ പ്രതികരിച്ചുകൊണ്ട് മുതുകാട് പറയുന്നത് ഇങ്ങനെയാണ്: പുതുവത്സരത്തിൽ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇന്നലെയും മെനിയാന്നും ഞാൻ കാസർകോട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന ശേഷം ഈ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് കരുതിയത്. സോഷ്യൽ മീഡിയയിൽ ഡിഫറൻറ്റ് ആൻഡ് സെന്റർ എന്നും വ്യക്തിപരമായി എനിക്കും നേരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ആക്ഷേപം ഉന്നയിച്ചവരുടെ അപക്വമായ വാക്കുകൾക്ക് ഞാൻ മറുപടി പറയേണ്ടതില്ലെന്ന് കരുതിയാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. എന്നാൽ ഡിഫറൻറ്റ് ആർട്സ് സൊസൈറ്റിയെയും കാസർഗോഡ് തുടങ്ങാനിരിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്തു പിടിച്ച 100 കണക്കിന് ആളുകളും അഭ്യുദയാകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്ത കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാകും എന്ന് കരുതി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 1996-ലാണിത് രജിസ്റ്റർ ചെയ്തത്. അന്ന് മുതൽ എല്ലാ വർഷവും മുടക്കമില്ലാതെ ഇൻകം ടാക്സ് അനുസരിച്ച് ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കുകയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വിദേശത്തു നിന്ന് സംഭാവനകൾ സ്വീകരിക്കാനടക്കം അനുവാദമുള്ള ഒരു സൊസൈറ്റിയാണിത്. കൂടാതെ CSR ഫണ്ട് സ്വീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുണ്ട്. മാജിക് എന്ന കല സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ടും അത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ടും ആദ്യകാലം മുതൽ തന്നെ സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാന്റിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം നിരസിക്കുകയായിരുന്നുവെന്ന് മുതുകാട് പറയുന്നു.